അടുത്ത ടോപ്പിക്കാണ് പ്രോഗ്രാമിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ടൂൾസ് ആർ സോഫ്റ്റ്വെയർ യൂസ്ഡ് ബൈ പ്രോഗ്രാമേഴ്സ് ടു റൈറ്റ്, ടെസ്റ്റ്, ഡീബഗ് ആൻഡ് മെയിൻറ്റെയിൻ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം മെയിൻറ്റെയിൻ ചെയ്യാനും ഡീബഗ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് പ്രോഗ്രാമിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. ഈ റൈറ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ഡീബഗ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നതാണ്. ഡീബഗ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എറേഴ്സും കാര്യങ്ങളും കണ്ടുപിടിച്ച് അത് ഫിക്സ് ചെയ്യുന്നതാണ് ഡീബഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ടൂൾസിൽ വരുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വരും, പ്രോഗ്രാമിംഗ് ഡെവലപ്മെൻറ്റ് ടൂൾസ് ഒക്കെ ഉണ്ട്. എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അല്ലെങ്കിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ യൂസ്ഡ് ടു റൈറ്റ് പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ദീസ് ലാംഗ്വേജ് ആർ ട്രാൻസ്ലേറ്റ് ഇൻ ടു മിഷൻ ലാംഗ്വേജ്. ഇവിടെ എന്താണ്, നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ യൂസർ കൊടുക്കുന്ന ലാംഗ്വേജിനെ മിഷൻ റീഡബിൾ ലാംഗ്വേജ് ആക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുക, കൺവേർട്ട് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. സോ ദാറ്റ് കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ മിഷൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴേക്കും കമ്പ്യൂട്ടറിന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനനുസരിച്ച് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനും സഹായിക്കുന്നു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഈസ് ദ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് സിമ്പിൾസ്. ഇവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സെറ്റ് ഓഫ് റൂൾസും അതുപോലെ സിമ്പിൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? റൈറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ എ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് റൈറ്റ് ചെയ്യാനുള്ള സിമ്പിൾസും റൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്? മിഷൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്, 4th ജനറേഷൻ ലാംഗ്വേജ്, 5th ജനറേഷൻ ലാംഗ്വേജ്. ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും ഇതിന് മുന്നേ നിങ്ങൾ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചാണ് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേ ഡൗട്ട് വരേണ്ട ഒരു കാര്യമാണ് ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ അതപ്പോൾ പറയാത്തത് നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ഇവിടെ പഠിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ നോക്കിയോളൂ, മിഷൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്, ബൈനറി ലാംഗ്വേജസ് ആണ്. 0 അതുപോലെ 1 ഈ 2 നമ്പേഴ്സ് മാത്രം എക്സിക്യൂട്ട് റൺ ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ബൈനറി ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 0 and 1 ഇത് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് കോഡാണ്, നിമോണിക് കോഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ബൈനറിക്ക് പകരം ഇവിടെ എന്ത് ഉപയോഗിക്കുകയാണ്, നിമോണിക് കോഡ്സ് ഉപയോഗിക്കുകയാണ്. ഷോർട്ട് കോഡ്സ് ഉപയോഗിക്കുകയാണ്. മൂവ്, ആഡ്, സബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. സബ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ്, സുപ്പ് എന്ന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കില്ലെങ്കിൽ അടുത്ത വർഷം +2 നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്താണ് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ എന്താണ്, ഷോർട്ട് കോഡ്സ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്, ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ഒരു ഇംഗ്ലീഷ് പോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നതാണ്. ഇതെന്താണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, കമ്പ്യൂട്ടറിന് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണിത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ C++, പൈത്തൺ, ജാവ, HTML, SQL ഇതൊക്കെ എന്താണ്, ഒരു ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. നമ്മൾ പ്രോഗ്രാമായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത് അതിനെ കൊണ്ട് ഓരോ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇതൊരു ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അടുത്തത് 4th ജനറേഷൻ ലാംഗ്വേജ് ആണ്. വെരി ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. ഇത് വെരി ഹൈ ലെവൽ ലാംഗ്വേജ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹൈ ലെവൽ ലാംഗ്വേജിൽ SQL, അതിൻ്റെയൊക്കെ ഒരു ഹൈ ലെവലായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഈ ഒരു 4th ജനറേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത 5th ജനറേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ AI ആൻഡ് ലോജിക്കൽ പ്രോഗ്രാമിംഗ്. ഇവിടെ എന്ത് ഉപയോഗിക്കുകയാണ്, AIയും ലോജിക്കൽ പ്രോഗ്രാമിംഗ് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. 5th ജനറേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രൊലോഗാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്. നമ്മൾ നേരത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞു, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് കൺവേർട്ട് പ്രോഗ്രാം റിട്ടേൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻറ്റു മിഷൻ ലാംഗ്വേജ്. ഇവിടെ എന്താണ്, പ്രോഗ്രാമിന് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മിഷൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. സോഴ്സ് പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജ്, അത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുകയാണ്. ഒബ്ജക്റ്റ് പ്രോഗ്രാം മിഷൻ ലാംഗ്വേജിലേക്ക് മാറി, അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്തു, എക്സിക്യൂഷൻ നടത്തുകയാണ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് മിഷൻ ലാംഗ്വേജിലേക്ക് മാറുന്നു. അവിടെ നിന്ന് എക്സിക്യൂഷൻ നടക്കുന്നു. ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഏതൊക്കെ, നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതൊക്കെ കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, അതുപോലെ അസംബ്ലർ, ഈ 3 വരുന്നത് ഇവിടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആയിട്ട്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുകൊണ്ട് ഞാനിതിപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വായിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഇത് കഴിഞ്ഞ നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് കമ്പൈലർ, ഇൻ്റർപ്രറ്റർ എന്താണ്, അസംബ്ലർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
അടുത്തത് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ടൂൾസ് ആണ്. പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ടൂൾസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ്, ടെസ്റ്റ്, ഡീബഗ് ആൻഡ് മെയിൻറ്റെയിൻ പ്രോഗ്രാംസ് എഫിഷ്യൻ്റ്ലി. ഒരു പ്രോഗ്രാമിനെ എഫിഷ്യൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഡീബഗ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും അത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് പ്രോഗ്രാം ടൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ടൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ടൂൾസ് ഹെൽപ്സ് ഇൻ റൈറ്റിംഗ്, ടെസ്റ്റിംഗ്, ഫൈൻഡിങ് എറേഴ്സ് ആൻഡ് മെയിൻറ്റെയിൻ ദ പ്രോഗ്രാം. ഇതെന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാനായിട്ട്, എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രോഗ്രാമിനെ കറക്റ്റ് ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രോഗ്രാമിംഗ് ടൂൾസ് സഹായിക്കുന്നുണ്ട്. മെയിൻ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ടൂൾസ് ഏതൊക്കെയാണ്? മെയിനായിട്ട് വരുന്ന പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ടൂൾസ് ഏതൊക്കെയാണ്? എഡിറ്റർ, കമ്പൈലർ ഓർ ഇൻ്റർപ്രറ്റർ, ലിങ്കർ, ലോഡർ, ഡീബഗർ, ലൈബ്രറി. ഇത്രയുമാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ടൂൾസ് വരുന്നത്, പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ടൂൾസ് വരുന്നത്. ആദ്യത്തത് ടെക്സ്റ്റ് എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്ററാണ്. യൂസ്ഡ് ടു റൈറ്റ് ആൻഡ് എഡിറ്റ് ദ സോഴ്സ് പ്രോഗ്രാം. നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രോഗ്രാമിനെ എഡിറ്റ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എഡിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അലോ ഓപ്പറേഷൻസ് ലൈക്ക് കട്ട്, കോപ്പി, പേസ്റ്റ്, സെർച്ച്, റീപ്ലേസ് എക്സെട്ര. ഇവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും? ഓപ്പറേഷൻ മീൻസ് ടാസ്ക്. ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ടെക്സ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും, അത് കോപ്പി ചെയ്യാൻ പറ്റും, പേസ്റ്റ് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും, അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. സേവ് ദ പ്രോഗ്രാം ഇൻ എ ഫയൽ. ഈ പ്രോഗ്രാംസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റർ ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നോട്ട്പാഡ് പ്ലസ് പ്ലസ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്ത കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ, ട്രാൻസ്ലേറ്റ് ദ സോഴ്സ് പ്രോഗ്രാം ഇൻ ടു മിഷൻ ലാംഗ്വേജ്. ഇവിടെ എന്താണ്? നമ്മുടെ ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മിഷൻ ലാംഗ്വേജ് ആക്കി മാറ്റുകയാണ്. കമ്പൈലർ ട്രാൻസ്ലേറ്റ് എൻ്റയർ പ്രോഗ്രാം അറ്റ് വൺ. കമ്പൈലർ എന്ത് ചെയ്യാണ്? ഒരൊറ്റ ടൈം തന്നെ എൻ്റയർ പ്രോഗ്രാമിനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. ഇൻ്റർപ്രറ്റർ എന്ത് ചെയ്യാണ്? ട്രാൻസ്ലേറ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്? ലൈൻ ബൈ ലൈൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് എറേഴ്സ് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പൈത്തൺ ഇൻ്റർപ്രറ്റർ ഉണ്ട്, പിന്നെ GCC കമ്പൈലർ ഉണ്ട്. ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തത് ലിങ്കറാണ്. കമ്പൈൻ വൺ ഓർ മോർ ഒബ്ജക്റ്റ് ഫയൽസ് ആൻഡ് ലൈബ്രറീസ് ആൻഡ് ക്രിയേറ്റ് എ സിംഗിൾ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം. ഇവിടെ എന്താണ്? ഒന്നിലധികം ഒബ്ജക്റ്റ് ഫയൽസിന് അല്ലെങ്കിൽ ലൈബ്രറീനെയൊക്കെ എന്ത് ചെയ്യാണ്? ഒരൊറ്റ സിംഗിൾ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാണ്. എന്താണ് കമ്പൈൻ ചെയ്യുകയാണ്. ഒന്നോ അതിലധികമോ വരുന്ന ഫയൽസും ലൈബ്രറീസൊക്കെ ഒരൊറ്റ സിംഗിൾ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമായിട്ട് എന്ത് ചെയ്യാണ്? കമ്പൈൻ ചെയ്യുകയാണ്. റീസോൾവ്സ് എക്സ്റ്റേണൽ റെഫറൻസ്. ഇവിടെ എക്സ്റ്റേണൽ റെഫറൻസ് ഒക്കെ റീസോൾവ് ചെയ്തിട്ട് ഒരൊറ്റ ഇതാക്കി മാറ്റുകയാണ്. എക്സാമ്പിൾ ലിങ്കർ ഇൻ GCC ഒക്കെയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത് വരുന്ന ലോഡറാണ്. എന്താണ് ലോഡർ? ലോഡ്സ് ദ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ഇൻ ടു മെയിൻ മെമ്മറി, പ്രിപ്പയർ ദ പ്രോഗ്രാം ഫോർ എക്സിക്യൂഷൻ, ട്രാൻസ്ഫർ കൺട്രോൾ ടു ദി പ്രോഗ്രാം. ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു പ്രോഗ്രാം നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം അത് സെക്കൻഡറി മെമ്മറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആ പ്രോഗ്രാം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് റാമിലേക്ക് അഥവാ മെയിൻ മെമ്മറിയിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ ലോഡിംഗ് എന്ന് പറയുന്നത്. ആ പ്രവർത്തനം ചെയ്യുന്നത് ലോഡറാണ്. ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? പ്രിപ്പയർ പ്രോഗ്രാം ഫോർ എക്സിക്യൂഷന് വേണ്ടിയിട്ട് പ്രോഗ്രാമിനെ പ്രിപ്പയർ ചെയ്യുന്നു, അതിൻ്റെ കൺട്രോളർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്തത് ഡീബഗറാണ്. യൂസ്ഡ് ടു ഫൈൻഡ് ആൻഡ് റിമൂവ് എറേഴ്സ് ഇൻ പ്രോഗ്രാം, അലോ സെറ്റിംഗ് ബ്രേക്ക് പോയിന്റ്സ്, സ്റ്റെപ്പ് എക്സിക്യൂഷൻ, വേരിയബിൾ വാച്ചിങ്. ഡീബഗർ കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും എറർ ഉണ്ട് എങ്കിൽ അത് ഫൈൻഡ് ചെയ്യാനും അത് ഫിക്സ് ചെയ്യാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡീബഗർ എന്ന് പറയുന്നത്. അടുത്തത് ലൈബ്രറിയാണ്. എന്താണ് ലൈബ്രറി? എ കളക്ഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാം. നമുക്ക് പ്രീ റിട്ടേൺ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള കോഡുകൾ ഉപയോഗിക്കുന്നതും അത് കളക്ട് ചെയ്യുന്നതുമാണ് ലൈബ്രറി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമ്മൾ സെയിമായിട്ട് എഴുതുന്ന കുറേ കോഡുകളുണ്ട്. ഒരുപാട് പ്രോഗ്രാംസിന് സെയിമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കോഡുകളുണ്ട്. അതൊക്കെ പ്രീ ഡിഫൈൻഡ് ആണ്, മുൻകൂട്ടി അത് റിട്ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുൻകൂട്ടി റിട്ടേൺ ചെയ്ത് വെച്ചിട്ടുള്ളതിനാണ് പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഫങ്ഷൻസിനെയും അതുപോലെ പ്രോഗ്രാംസിനെയും കളക്ട് ചെയ്യുന്നതാണ് ലൈബ്രറി എന്ന് പറയുന്നത്. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? ആ കോഡുകൾ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലൂടെ നമുക്ക് സമയം സേവ് ആക്കാനായിട്ട് പറ്റും. ഒരുപാട് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലാണ് വരുന്നത്, ഈ വർഷം അധികം വരുന്നില്ല. അപ്പോൾ എന്തായാലും പ്രീ ഡിഫൈൻഡ് ആയിട്ട് വരുന്ന ഫങ്ഷൻസ് എന്ന് വെച്ചാൽ മുൻകൂട്ടി റിട്ടേൺ ചെയ്ത് വെച്ചിട്ടുള്ള കോഡുകളും ഫങ്ഷൻസും ഒക്കെ എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്യുന്നതിനെയാണ് ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ടൂൾസ് ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതൊക്കെയാണ് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ടൂൾസ് എന്ന് പറയുന്നത്? എഡിറ്റർ, കമ്പൈലർ ഓർ ഇൻ്റർപ്രറ്റർ, ലിങ്കർ, ലോഡർ, ഡീബഗർ, ലൈബ്രറി. ഇത്രയാണ് നമ്മുടെ എന്താണ് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ടൂൾസ് എന്ന് പറയുന്നത്.
കമ്പൈലറും ഇൻ്റർപ്രിറ്ററൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചതാണല്ലേ, എങ്കിലും അതിൻ്റെ ഒരു കമ്പാരിസൺ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. ട്രാൻസ്ലേഷൻ കമ്പൈലർ എങ്ങനെയാണ്, ഹോൾ പ്രോഗ്രാം മറ്റ് വൺസ്, ഒരൊറ്റ ടൈം കൊണ്ട് എല്ലാ പ്രോഗ്രാമിനെയും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് കമ്പൈലർ എന്ന് പറയുന്നത്. പക്ഷേ ഇൻ്റർപ്രിറ്റർ അങ്ങനെയല്ല, വൺ ലൈൻ ബൈ വൺ ലൈൻ ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എറേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് അത് സഹായിക്കും. സ്പീഡ് എന്ന് പറയുന്നത് കമ്പൈലർ ഫാസ്റ്റ് ആണ്, പക്ഷേ ഇൻ്റർപ്രിറ്റർ എന്ന് പറയുമ്പോൾ ഓരോ ലൈൻ വീതം ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ, അത് കുറച്ചുകൂടെ സ്ലോ ആണ്. എറർ ഡിസ്പ്ലേ ഇവിടെ ആഫ്റ്റർ കംപ്ലീഷന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ എറേഴ്സും കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻ്റർപ്രിറ്റർ അങ്ങനെയല്ല, നമുക്ക് എന്താണ് സ്റ്റോപ്പ് അറ്റ് ഫസ്റ്റ് എറർ, എവിടെയെങ്കിലും ഒരു എറർ ആദ്യമേ കണ്ടു കഴിഞ്ഞാൽ അവിടെ അത് നിൽക്കും. അത് എറർ നമുക്ക് തിരുത്തിയതിന് ശേഷം മാത്രമേ അടുത്തതിലോട്ട് എക്സിക്യൂട്ട് ആവുള്ളൂ. അടുത്ത ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റഡ് ആണ്, ഇവിടെ നോട്ട് ജനറേറ്റഡ് ആണ്. എക്സാമ്പിൾ വരുന്നത് കമ്പൈലറിന് എക്സാമ്പിൾ C++, CM, അതുപോലെ ഇൻ്റർപ്രിറ്ററിൻ്റെ എക്സാമ്പിൾ ഏതാണ്, പൈത്തണും ബേസിക്കും ആണ്. അടുത്ത നോക്കിക്കോളൂ, ഇവിടെ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എഡിറ്റ് ചെയ്യാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നു, ഡീബഗ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. ഇതാണ് നമ്മുടെ പ്രോസസ്സ് വരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രോഗ്രാമിംഗ് ടൂൾസ് എന്തൊക്കെയാണ്, മേക്ക് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ഈസി ആൻഡ് ഫാസ്റ്റ്, ഇവിടെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടും ഈസി ആയിട്ട് നടക്കുന്നു. ഹെൽപ്പ് ടു ഡിറ്റക്റ്റ് ആൻഡ് റിമൂവ് എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും സഹായിക്കുന്നു. ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും ക്വാളിറ്റി കൂട്ടാനും സഹായിക്കുന്നു. സേവ് ടൈം ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഇവിടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അതുപോലെ സമയം സേവ് ആക്കാനും കഴിയുന്നു. എന്ന് വെച്ചാൽ എന്താണ്, പ്രോഗ്രാം വളരെ എളുപ്പത്തിൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. എറേഴ്സ് ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും. ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഗ്രാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സമയം ലാഭമാക്കാനും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സഹായിക്കുന്നുണ്ട്. എക്സാമ്പിളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് വായിക്കുക, പഠിക്കുക.